നമ്മൾക്ക് അറിയാം, ചില വീടിൻ്റെ പ്രശ്നമല്ല, ചില വസ്തുക്കളുടെ പ്രശ്നമാണ് അവിടെ സൗഭാഗ്യത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നത് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ആദ്യം ആ വസ്തുവിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. അത് നമുക്ക് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വസ്തുവാണ് ഏറ്റവും വാസ്തുയോഗ്യമായ ഭൂമിയായിട്ട് വാസ്തുവിൽ പറയുന്നത്. അപ്പം ഇത് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ഭൂമിയുടെ ചരിവ് എങ്ങോട്ടാണ് അതിൻ്റെ ഒഴുക്ക് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന് പടിഞ്ഞാറ് ചരിഞ്ഞ് കിഴക്കുയർന്ന ഭൂമി അത്ര നല്ല ഭൂമി അല്ല. അതുപോലെ തന്നെ വടക്ക് വശം താഴ്ന്ന് തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന ഭൂമിയും നല്ലതല്ല. ഇപ്പം നിങ്ങളൊരു ഭൂമി വാങ്ങിക്കാനായിട്ട് പോകുന്നു. ഈ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അതിലുള്ള വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ചരിവെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പൈസ വന്നാലും കയ്യിൽ പൈസ നിൽക്കാത്തൊരവസ്ഥ ആ ഭൂമി ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് നമ്മളൊരു വസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് വീടുകളെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ എനർജി മറ്റ് വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ഏരിയകളിൽ നമുക്ക് കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒരു ഒരു നെഗറ്റീവ് ഏരിയ ആയിട്ട്, കാരണം ആർക്കും ഒരു പുരോഗതിയില്ല. പല വീടുകളും പെയിൻറ്റും എല്ലാം മങ്ങി, അല്ലെങ്കിൽ ചിലപ്പം പഴയ വീടുകൾ ഓടെല്ലാം പൊട്ടിയതാണെങ്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ അന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്ത ചില ഏരിയകളുണ്ട്. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭൂമി തന്നെ നെഗറ്റീവായിരിക്കും. അപ്പോൾ അത്തരം ഏരിയകളിൽ നിങ്ങൾ കഴിയുന്നതും വസ്തു വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഭൂമിയുടെ ചരിവ് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ഭൂമിയുടെ ഷേപ്പ് പറഞ്ഞു. മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വരുന്ന റോഡിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഏത് ദർശനമുള്ള വസ്തു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാനായിട്ട് കിഴക്കായാലും തെക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും എടുക്കാം. അതിൻ്റേതായിട്ടുള്ള ഉച്ചഭാഗങ്ങളിൽ മാത്രം വസ്തുവിലേക്ക് കടക്കാനുള്ള ഗേറ്റ് പണിയുകയും അതിൽ വാസ്തുയോഗ്യമായ അല്ലെങ്കിൽ വാസ്തുപ്രകാരമുള്ള പ്ലാൻ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ദിക്കും നമുക്ക് വീട് വെക്കാനായിട്ട് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില റോഡുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള റോഡുകൾ, അതിനെയൊക്കെ നമ്മളൊന്ന് സാരമായ രീതിയിൽ കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വസ്തുവിന് സമീപത്ത് നിൽക്കുന്ന ട്രാൻസ്ഫോമറിനെയും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം എപ്പോഴും ഒരു ഭൂമി തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടൂളാണ് ഡ്രാഗൺ ടർട്ടിൽ. ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയും അതിൻ്റെ മുകളിൽ ഒരു ലാഫിൻ ബുദ്ധ ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലതാണ്. അതുപോലെ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ്. മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ജോഡി മണ്ടേരിയൻ ഡക്കിൻ്റെ സ്റ്റാച്യു ആണ്. ഇപ്പോൾ കപ്പിൾസുകൾ തങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള മാൻഡേരിയൻ ഡക്കിൻ്റെ സ്റ്റാച്യു നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.